നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ ADGP MR അജിത് കുമാർ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് തള്ളി. പുനരന്വേഷണം വേണമെന്ന് ആഭ്യന്തര സെക്രട്ടറി. പെരുമ്പിലാവ് അറയ്ക്കൽ പള്ളിക്ക് സമീപം ലോറിയും ബുള്ളറ്റും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. ചാലിശ്ശേരി ആലിക്കൽ സ്വദേശി വേങ്ങാട്ടുപറമ്പിൽ വീട്ടിൽ അജിതന്റെ മകൻ 15 വയസ്സുള്ള അതുൽ കൃഷ്ണയാണ് മരിച്ചത്. ബൈക്കോടിച്ചിരുന്ന പെരുമ്പിലാവ് സ്വദേശി ഷാന് പരിക്കേറ്റു. ഇറിഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ സ്വദേശിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രധാന പ്രതികൾ പിടിയിൽ. മുഖ്യപ്രതിയായ സാദിഖ് ഉൾപ്പെടെ 4 പേരാണ് പിടിയിലായത്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 9 ആയി. ദേശീയപാത പട്ടിക്കാട് കല്ലിടുക്കിൽ കാർ യാത്രക്കാരെ ആക്രമിച്ച് 2.5 കിലോ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ സ്വർണം കടത്തിയ കാർ കണ്ടെത്തി. കവർച്ച ആസൂത്രിതമെന്ന നിഗമനത്തിൽ പോലീസ്. കടങ്ങോട് പഞ്ചായത്ത് ഓഫീസ് കടങ്ങോട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. കടങ്ങോട് മേഖലയിൽ വ്യാപകമായി നെൽവയൽ നികത്തുന്നതിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറി നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു ഉപരോധം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കടങ്ങോട് മേഖലയിൽ വയൽ നികത്താൻ അധികാരികളുടെ പിന്തുണ എന്ന് ആക്ഷേപം. ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി പൈപ്പിടാൻ ചാലുകീറുന്ന മണ്ണ് ഉപയോഗിച്ചാണ് നെൽവയൽ നികത്തുന്നത്. തൃശൂർ പൂരം അട്ടിമറിച്ചതിനെതിരെ പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ജിഷാൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മാതൃകാപരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ് തൃശൂരിലെ കേരള വിഷൻ എന്ന് സിഡ്കോ പ്രസിഡന്റും COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ K. വിജയകൃഷ്ണൻ. കേരള വിഷൻ ലിമിറ്റഡിന്റെ 20ാമത് ആനുവൽ ജനറൽ മീറ്റിംഗ് K. വിജയകൃഷ്ണൻ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്തു. മാളയിൽ മാലിന്യ സംഭരണിയുടെ മാൻഹോളിൽ ഇറങ്ങി ശ്വാസം മുട്ടി മരിച്ച 2 തൊഴിലാളികളുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. വരദനാട് സ്വദേശി പാണാപ്പറമ്പിൽ ജിതേഷ്, കാരൂർ ചൂരിക്കാടൻ സുനിൽ എന്നിവരാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ DNA പരിശോധനാ ഫലം നാളെ ഉച്ചയോടെ ലഭിക്കും. തുടർന്ന് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അർജുൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും മകന് നൽകാൻ സൂക്ഷിച്ച കളിപ്പാട്ടവും ലോറിയുടെ ക്യാബിനിൽ നിന്ന് കണ്ടെത്തി. താരസംഘടനയായ അമ്മയും WCCയും തമ്മിലുള്ള തർക്കത്തിന്റെ ഇരയാണ് താനെന്ന് സിദ്ദിഖ് സുപ്രീം കോടതിയിൽ. സിദ്ദിഖ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ചർച്ചകൾ തുടരുന്നു. മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് തീയതി സംബന്ധിച്ച് തീരുമാനമായില്ല. മദ്യം ചില്ലുകുപ്പികളിൽ വിതരണം ചെയ്യാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറി ബെവ്കോ. വില കൂടുതലും കിട്ടാൻ പ്രയാസവുമായതുമാണ് ചില്ലുകുപ്പിയിലേക്ക് മാറാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ കാരണമെന്ന് വിശദീകരണം. പാഞ്ഞാൾ പൈങ്കുളത്ത് കാർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് പതിച്ചു. കാർ യാത്രക്കാർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വെള്ളറക്കാട് പൂച്ച കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷ മറിഞ്ഞ് കുന്നംകുളം നഗരസഭാ കൌൺസിലർ ഉൾപ്പെടെ 5 പേർക്ക് പരിക്ക്. കൌൺസിലർ സജിനി പ്രേമൻ, പ്രെനിയ, അദ്വിത്, ഓട്ടോറിക്ഷ ഡ്രൈവർ സനൂജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പാവറട്ടി സെന്റ് തോമസ് ആശ്രമ ദേവാലയത്തിലെ 40 മണിക്കൂർ ആരാധനയ്ക്ക് തുടക്കമായി. CMI ദേവമാത പ്രൊവിൻഷ്യൽ ഫാദർ ജോസ് നന്ദിക്കര മുഖ്യ കാർമ്മികനായി. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് മലമ്പാമ്പിനെ പിടികൂടി. ചേരമാൻ പറമ്പിന് കിഴക്കുവശം തച്ചപ്പുഴ സുനിൽകുമാറിന്റെ പുരയിടത്തിന് സമീപമാണ് മലമ്പാമ്പിനെ കണ്ടെത്തിയത്. പാവറട്ടി ലയൺസ് ക്ലബ്ബ് റോയലിന്റെ ആഭിമുഖ്യത്തിൽ മുല്ലശ്ശേരി ഹിന്ദു UP സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ലയൺസ് സോണൽ ചെയർപേഴ്സൺ ഡോക്ടർ റോമിയോ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ശക്തൻ നഗറിലെ ആകാശപാത സമർപ്പണം നാളെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിക്കുമെന്ന് മേയർ MK വർഗീസ് അറിയിച്ചു. 11 കോടി രൂപ ചെലവഴിച്ചാണ് ആകാശപാത നിർമ്മിച്ചത്. സൈബർ തട്ടിപ്പിലൂടെ കുറ്റുമുക്ക് സ്വദേശിയുടെ 31.5 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത പ്രതികൾ പോലീസ് പിടിയിൽ. കോഴിക്കോട് സ്വദേശികളായ യാസിർ റഹ്മാൻ, നാഫിഹ് എന്നിവരാണ് തൃശൂർ സൈബർ ക്രൈം പോലീസിന്റെ പിടിയിലായത്. SPC കേഡറ്റിനെ പീഡിപ്പിച്ച SIയെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരിഞ്ഞാലക്കുടയിലെ റൂറൽ SP ഓഫീസിലെ ഗ്രേഡ് SI ചന്ദ്രശേഖരനെയാണ് അറസ്റ്റ് ചെയ്തത്.
പെരിഞ്ഞനം പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നടത്തി. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ 14-ലെ 4 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പുലിയന്നൂർ വെള്ളാറ്റഞ്ഞൂർ റോഡിന് സമീപം സ്കൂട്ടറിൽ നിന്ന് വീണ് മധ്യവയസ്കയ്ക്ക് പരിക്കേറ്റു. വെള്ളാറ്റഞ്ഞൂർ വാത്തിപ്പറമ്പിൽ വീട്ടിൽ അനിതയ്ക്കാണ് പരിക്കേറ്റത്. ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം നടി സുരീഷ്മ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മഞ്ജു സജി അധ്യക്ഷത വഹിച്ചു. ലൈംഗിക പീഡന പരാതിയെ തുടർന്ന് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് സാഹിത്യകാരി സാറ ജോസഫ്. കോട്ടയ്ക്കൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന MKR ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ കർമ്മ അവാർഡ് സിനിമാ മേഖലയിലെ സ്ത്രീ കൂട്ടായ്മയായ WCCക്ക് സമ്മാനിക്കുമെന്നും സാറ ജോസഫ് അറിയിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കോടാലി യൂണിറ്റ് സമ്മേളനം മേഖലാ പ്രസിഡന്റ് TV അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഇമേജ് ജോൺസൺ അധ്യക്ഷത വഹിച്ചു. വിശ്വ ഹൃദയ ദിനാചരണത്തിന്റെ ഭാഗമായി ഈ മാസം 29-ന് തൃശൂർ കാർഡിയ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വാക്കത്തോണും സൗജന്യ കാർഡിയോളജി ക്യാമ്പും സംഘടിപ്പിക്കും. തെക്കേ ഗോപുരനടയിൽ നിന്ന് വാക്കത്തോൺ ആരംഭിച്ച് ജവഹർ ബാലഭവനിൽ സമാപിക്കും. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ നിർമ്മിച്ച ശുചിമുറി കോംപ്ലക്സ് വിദ്യാർത്ഥികൾക്കായി തുറന്നു നൽകി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഗോൾഡ് ആൻഡ് സിൽവർ ഡീലേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം ഞായറാഴ്ച പുഴയ്ക്കലിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട് എക്സിബിഷന്റെ ഉദ്ഘാടനവും പുരസ്കാര വിതരണവും ഇതോടൊപ്പം നടക്കും. ഫസ്റ്റ് ഓപ്പൺ റീക്യൂ കോബു ജുഡ്സു പരിശീലന ക്യാമ്പിന് തൃപ്രയാറിൽ തുടക്കമായി. സീനിയർ മാസ്റ്റർ ഷിഹാൻ റോയ് സോയന്റ് ജെൻസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നാളെ മുതൽ ഞായറാഴ്ച വരെ കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടക്കും. 42 ക്ലബ്ബുകളിൽ നിന്നായി 900 അത്ലറ്റുകൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.